നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് വൈറ്റിലേക്കടുത്ത് ലെ മെറിഡിയൻ ഹോട്ടലിലെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. കുഞ്ഞേച്ചിയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഷെഫ് പിള്ളയുടെ ഫിഷ് നിർമ്മാണ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുമാളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10:30 ആയിട്ടാണ് നമ്മൾ ഫിഷ് നിർമ്മാണ കഴിക്കാൻ പോയിട്ട്. ഓൾമോസ്റ്റ് ഒരു 11 മണി വരെയാണ് അവരുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് പോകുന്ന വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമുക്കതും പ്ലേറ്റ്സ് ഒക്കെ തന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ അവിടുത്തെ മെനു കാർഡ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെനു കാർഡ്. മെനു കാർഡിൽ നമുക്ക് കുറച്ച് മെനൂസ് ഉണ്ടാകത്തുള്ളൂ. കൂടുതൽ മെനൂസ് കാണണമെങ്കിൽ അവരുടെ ടേബിളിൽ ഒരു QR കോഡ് ഇരിക്കുന്നുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ മെനൂസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഓർഡർ ചെയ്തത് ഫിഷ് നിർമ്മാണവും അപ്പവും അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡിഷസ് നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പത്തിന് പെർ പീസ് ഏകദേശം ഒരു 40 rupees ആയിരുന്നു. ഫിഷ് നിർമ്മാണയുടെ റേറ്റ് ഏകദേശം 950 or 960, 900 രൂപയാണ്. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫിഷ് നിർമ്മാണം നമ്മൾക്ക് മെനു കാർഡിൽ ഓപ്ഷൻസ് ഉണ്ട്. നെയ്മിങ് വേണോ, അത് വേറെ എന്തെങ്കിലും മീൻ വേണോ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇത് നമ്മുടെ കുഞ്ഞാവിക്ക് നമ്മുടെ റെയിനൂസിന് അവർ ഒരുക്കിയ ചെയറാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വാവ അതിലൊന്നും ഇരുന്നില്ല. ഇതാണ് നമ്മുടെ ഫിഷ് നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ അതൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫിഷ് നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ മറ്റേ തൊഴിലൊക്കെ ഇഷ്ടമായി കേട്ടോ. നമ്മൾ കഴിച്ച് തിരിച്ച് പോകുമ്പോൾ എടുത്ത വീഡിയോസാണിത്, നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ എൻട്രൻസിലായിട്ട് നമ്മൾ ഷെഫുകളായി സെലിബ്രിറ്റീസിനൊപ്പം നിൽക്കുന്ന ഫോട്ടോസൊക്കെ അവിടെ ഓൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സെലിബ്രിറ്റീസിനൊപ്പം നിന്ന് ഷെഫിലെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഷെഫുകളായി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ എൻട്രൻസിലേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ നമ്മളെല്ലാ ഭംഗി ആസ്വദിച്ച് പതുക്കെയാണ് കേട്ടോ നടന്നു പോകുന്നത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മുടെ ഷെഫിലയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. നമ്മുടെ കുഞ്ഞാവ എന്തായാ അവന് ഇഷ്ടംപോലെ സ്ഥലം കിട്ടിക്കൊണ്ട് കരുതിയിട്ട് അവന് ഓടി നടക്കുകയാണ്. അത് ഇന്ത്യയിലൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് ആസ്വദിച്ച് നടന്ന് ലൈഫിൽ വൺസെങ്കിലും നമ്മളിങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് നമ്മൾ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആസ്വദിക്കണ്ടേ. ഇവിടുത്തെ എന്താ പറയുക, ഇന്ത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റെയിനൂസ് നമ്മൾ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെയിനൂസ് ആകെ ടയേർഡായിട്ടോ, രാവിലെ ഇറങ്ങിയതല്ലേ, ആകെയും ടയേർഡായി. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി പോകുന്ന വഴിക്കെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ലെവറിൽ ഹോട്ടലിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്ന വൈറ്റ് കളർ ബിൽഡിങ്. ഈ കാണുന്നത് അവിടെ നമ്മൾ കയറി വരുന്ന വഴിയാണ്. ഇവിടെ എടുത്തത് തിരിച്ചിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവിടത്തേക്ക് കയറിപ്പോയുള്ള വഴി. പിന്നെ നമ്മൾ ലുലുവിൽ പോയപ്പോൾ എടുത്ത രസകരമായ ചില ഷോർട്ട്സൊക്കെയാണ് കേട്ടോ ഇത്. നമ്മുടെ കുഞ്ഞാവ നമ്മൾ രാജകീയമായിട്ട് നമ്മുടെ പപ്പ തള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എന്താ പിസ്സ കഴിച്ചു. അതേപോലെ തന്നെ ഷോർട്ട്സ് കുറച്ച് ട്രൈ ചെയ്തു. അതേപോലെ തന്നെ KFC ട്രൈ ചെയ്തു. ഇങ്ങനെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി.